നമസ്കാരം. പതിരും കതിരും. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രൊഫഷണൽ നാടക സംഘമാണല്ലോ KPSC. 1950കളിലാണ് ഈ നാടക സംഘം രൂപീകരിച്ചത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഈ സംഘം വളരെയധികം പങ്കുവഹിച്ചിരുന്നു. KPSC ആദ്യമായി അവതരിപ്പിച്ച നാടകത്തിൻ്റെ പേരായിരുന്നു എൻ്റെ മകനാണ് ശരി. അഡ്വക്കേറ്റ് G. ജനാർദ്ദനക്കുറുപ്പായിരുന്നു ആ നാടകം രചിച്ചത്. ഈ നാടകവുമായി ബന്ധപ്പെട്ട ഒരു ഫലിതം എഴുതിയിട്ടുണ്ട് പ്രശസ്ത നടനായ ജഗതി ശ്രീകുമാറിൻ്റെ പിതാവ് ജഗതി NK ആചാരി. തിരുവനന്തപുരത്തെ BJT ഹാളിൽ നാടകം നടക്കുന്ന ദിവസം നാടകത്തിൻ്റെ പോസ്റ്റർ ഒരാൾ ഇങ്ങനെയാണത്രേ വായിച്ചത്: എൻ്റെ മകൻ നാണുവാശാരി. അക്ഷരം ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ച് വായിക്കുന്നവർക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ഈ പഴയ നാടക വൃത്താന്തം ഇപ്പോൾ ഓർക്കാനൊരു കാരണമുണ്ട്. സകലമാന കമ്മി പ്രൊഫൈലുകളിലും ഇപ്പോൾ തെളിയുന്ന ഒരു പോസ്റ്ററുണ്ട്. ജനങ്ങളിപ്പോൾ പറഞ്ഞു തുടങ്ങിയത്രേ പിണറായി വിജയനായിരുന്നു ശരി. പിണറായി വിജയനെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്ന് ജനങ്ങൾ അലമുറയിടുകയാണത്രേ. CPI-കാരനായ ഒരു MPയും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ LDF വീണ്ടും അധികാരത്തിൽ വരും എന്നാണ്. സത്യത്തിൽ പിണറായിയെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്നല്ല നിയമസഭയ്ക്കകത്ത് ബാലഗോപാലിനെ പോലെയുള്ളവർ പറയുന്നത്. പിണറായി ഒന്ന് വായ തുറക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്നാണ്. അണ്ണാക്കിൽ എന്തുവാ, കുരുവാണോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ മ്ലേച്ഛമായ ഭാഷയായതുകൊണ്ട് അത് വേണ്ട. നിയമസഭയിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്നാൽ പിന്നെ തോണ്ടി വിളിച്ചാലേ എഴുന്നേൽക്കുകയുള്ളൂ. അപ്പോഴും എന്താണ് അവിടെ നടക്കുന്നതെന്ന് പുള്ളിക്ക് നല്ല നിശ്ചയമില്ല. ബാലഗോപാലൻ ഓരോന്നിനും ഇങ്ങനെ തോണ്ടി വിളിക്കാൻ തുടങ്ങിയതോടെ പിണറായി വിജയനും ചോദിച്ചു തുടങ്ങി, ഇവൻ എന്നാത്തിൻ്റെ കഴപ്പ? വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ക്ഷോണിതവും അണിഞ്ഞ് അയ്യയ്യോ ശിവശിവ. ഈ മട്ടിലാണ് 35 നിയമസഭയിൽ ഇരിക്കുന്നത്. ആ ഇരിപ്പ് കണ്ടാൽ നമുക്ക് കഷ്ടം തോന്നും. ഭരണം പോയതോടുകൂടി സകല വഴിക്കും അനർത്ഥങ്ങൾ മാത്രം പിടികൂടപ്പെട്ട അന്തം കമ്മികളല്ലാതെ ആരെങ്കിലും പറയുമോ പിണറായിയെ വിളിക്കൂ എന്നും ഞങ്ങളെ രക്ഷിക്കൂ എന്നും? അല്ലെങ്കിൽ തന്നെ കമ്മികളെല്ലാം കൂടി വായ തുറന്ന് പിണറായിയെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താൻ പറ്റുമോ? LDF ഇല്ലാതെ ഒരു പണിയും നടക്കില്ല എന്ന് പറഞ്ഞ വിനായകനൊക്കെ ദണ്ണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഭരണം പോയി 2 മാസമാകുന്നതിന് മുമ്പ് തന്നെ ഇത്രമാത്രം ഈ കമ്മികൾക്ക് ഇരിക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥ എങ്ങനെ ഉണ്ടായി? ഇനിയുള്ള കാലം അപ്പോൾ ഇവരെന്ത് ചെയ്യും? അന്തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ പുലർച്ചെ എഴുന്നേൽക്കണമെന്ന തോന്നലേയില്ല. ഭരണമുള്ളപ്പോൾ എന്തൊരു രസമായിരുന്നെന്നോ. കാട്ടി ഉഷസ്വരു മൈലാഞ്ചിക്കൈ കാക്ക കരഞ്ഞു തേന്മാവിലെന്ന മട്ടിൽ സൂര്യോദയം കാണുമ്പോൾ മനസ്സിന് എന്തൊരു കുളിർമയായിരുന്നു അവർക്ക്. ഉണർന്നെഴുന്നേറ്റാലുടൻ ഒരു കമ്മിത്തലയും ഫിറ്റ് ചെയ്ത് പുറത്തേക്ക് അങ്ങ് ഇറങ്ങുകയായി. ഓരോ SFI-ക്കാരൻ്റെയും DYFI-ക്കാരൻ്റെയും മൂത്ത കമ്മികളുടെയും എല്ലാം മനസ്സിലെ ഒരു ഭാവം ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നാണ്. MV ജയരാജനൊക്കെ ഇപ്പോൾ പ്രവർത്തകരെ ഉത്ബോധിപ്പിക്കുന്നത് നമ്മളിടുന്ന ഓരോ പോസ്റ്റുകൾക്കും ഈ 2 കമൻറ്റുകൾ വീതം ഒരാൾ ഇടണം എന്നാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം മറിച്ചാണ്. റിയാസും ചിന്താജെറോമും റഹീമും എന്ന് വേണ്ട R. ബിന്ദുവും വീണ ജോർജും വരെ ഇടുന്ന പോസ്റ്റുകൾക്കെല്ലാം കീഴിൽ കമൻറ്റുകൾ വരുന്നത് കണ്ടാൽ പെറ്റ തള്ള പോലും പൊറുക്കില്ല, പിന്നല്ലേ താടിയുള്ള മാർക്സ്. DYFIയുടെ കൊല്ലം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചിന്താ ജെറോമിട്ട ഒരു പോസ്റ്റിന് താഴെ ദയാരഹിതമായ വധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ സൈബർ കമ്മികൾ പോലും ഒരു നല്ല അഭിപ്രായം പറയാൻ അതിലെങ്ങും ഒത്തുകൂടുന്നില്ല. സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയോട് മനുഷ്യനല്പം സഹാനുഭൂതിയൊക്കെ ഉണ്ടാകേണ്ടതാണ്. ഇതിപ്പോൾ താഴെ വീണിട്ടും അവിടെ ഇട്ടങ്ങ് ചവിട്ടി കൂട്ടുകയാണ്. അത്രയ്ക്കാണ് കലിപ്പ്. ഇനി ആരൊക്കെയാണ് പിണറായി വിജയനാണ് ശരിയെന്ന് പറയുന്നത് നോക്കാം. VD സതീശൻ പരിപ്പിളക്കി വിട്ട അണ്ടി അഴിമതിക്കാരൻ R. ചന്ദ്രശേഖരൻ പറയും വിജയനായിരുന്നു ശരി. പിണറായി വിജയൻ പോയതോടെ ജോലി പോയ പൂവത്തൂർ ചിത്രസേനൻ എന്ന വാഴ്ത്തുപാട്ട് കവി പറയും പിണറായി വിജയനായിരുന്നു ശരി. യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച കേസിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗൺമോന്മാരും പറയും ഞങ്ങളുടെ അന്നദാതാവായിരുന്നു ശരി. സ്വർണ്ണക്കൊള്ളയും സഹകരണ ബാങ്ക് കൊള്ളയും നടത്തി ജീവിച്ചുകൊണ്ടിരുന്നവന്മാരും പറയും പിണറായി വിജയനെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ. ED കാരണം അകത്ത് പോയവന്മാരും ED കാരണം ഒളിച്ചു നടക്കുന്നവന്മാരും ഇത് തന്നെ പറയും. ജയിലിനകത്ത് കിടന്ന് സാമ്രാജ്യമുണ്ടാക്കുകയും ടച്ചിങ്ങിന് പോലീസുകാരിൽ നിന്നും അച്ചാറ് വാങ്ങുകയും ചെയ്ത കൊടിസുനിയും കിർമാണി മനോജും പറയും ഞങ്ങളുടെ വിജയേട്ടൻ ദൈവമായിരുന്നു. തൂഫാൻ കണ്ടു തുടങ്ങിയതോടെ മയക്കുമരുന്നും കഞ്ചാവും വിൽക്കാൻ കഴിയാത്ത
ലഹരി മാഫിയകളും പറയും വിജയനായിരുന്നു ശരി. അങ്ങനെ പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ അഴിഞ്ഞാടിയവന്മാർക്കും അർമാദിച്ചവന്മാർക്കും അഹങ്കാരം കാണിച്ചവന്മാർക്കും ഗുണ്ടായിസവും തട്ടിപ്പും നടത്തി ജീവിച്ചവന്മാർക്കും ഒന്നേ പറയാനുള്ളൂ: പിണറായിയെ വിളിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. സർക്കാരിനെതിരെ ഓരോ ദിവസവും സമരം ചെയ്ത് കഴിയുന്ന SFIക്കാരും CPMകാരും DYFIക്കാരും കരുതുന്നത് തങ്ങളുടെ ഓരോ സമരവും ജനങ്ങളെ വല്ലാതെ ഹരം കൊള്ളിക്കുന്നുണ്ട് എന്നാണ്. തങ്ങൾ നടത്തുന്ന സമരമെല്ലാം പുളകങ്ങളാണ് എന്ന് കരുതി ജീവിക്കുന്ന പാവങ്ങളാണ് ഇവർ. ഇവന്മാരുടെ ചെങ്കൊടിയും അതിലെ നക്ഷത്രവും തലവട്ടവും കാണുമ്പോഴേ മനുഷ്യൻ അങ്ങോട്ട് കോക്കറി പിടിക്കാൻ തുടങ്ങും. ഞാനിനി ഭാഗ്യം തേടി അലയുകയില്ല, ഞാനാണ് എൻ്റെ മഹാഭാഗ്യമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വർഗമാണ് ഈ CPMകാർ. ഒരു സർക്കാരിൻ്റെ കാലാവധി 5 വർഷമാണെന്ന ചിന്തയൊന്നും ഇവന്മാരുടെ തലയിൽ കയറിയിട്ടില്ല. ഓരോ സമരവും ബഹളങ്ങളും കഴിയുമ്പോൾ പറയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന്. കഴിഞ്ഞ കർക്കിടകത്തിൽ പിണറായി വിജയന് 1-ാം തരം കർക്കിടക ചികിത്സ നടത്തിയിരുന്നു. മരപ്പാത്തിയിൽ കിടന്നും തലനിറച്ചെണ്ണ തേച്ചും നസ്യം ചെയ്തുമായിരുന്നു ചികിത്സകൾ. ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ ആനകൾക്കും പിണറായി വിജയനും കർക്കിടകം വരുമ്പോൾ ചികിത്സ ഫ്രീ ആണ്. കഴിഞ്ഞ 10 വർഷത്തെ ചികിത്സയുടെ ഗുണം കൊണ്ടാണ് ഇപ്പോഴും നല്ല ഫിങ്ങായി എഴുന്നേറ്റ് നടക്കുന്നത്. പക്ഷേ ഇത്തവണ എണ്ണപ്പാത്തിയിലെ കിടപ്പ് അത്ര സുഖകരമാകില്ല. ഏത് നിമിഷമാണ് വാതിലും ചവിട്ടിപ്പൊളിച്ച് ED സംഘം കടന്നു വരിക എന്ന് പറയാൻ പറ്റില്ല. എണ്ണ പുരണ്ട ഉടലോടെ ചിലപ്പോൾ അവരങ്ങ് പൊക്കിക്കൊണ്ടു പോകും. പിണറായി ആണ് ശരി, വിജയനെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്നൊന്നും പറഞ്ഞാൽ ED സംഘം ഇനി കേട്ട പാവം കാണിക്കില്ല.